കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. ഗോപാലകൃഷ്ണനുള്ള ഞാനും അവിടുത്തെ സർവീസിലുള്ള സംഘടനയുടെ വർക്കിംഗ് പ്രസിഡൻ്റായ ക്രൂഷ്യേവ് ആൻ്റണിയും കൂടാണ് ഈ പത്രസമ്മേളനം ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. വളരെ സെൻസിറ്റീവായുള്ള ന്യൂസാണ് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് പറയാനുള്ളത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ സ്ഥാപിച്ച സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ ഒരെണ്ണമാണ്. പലരും KSFE ഒക്കെ പോലും ഇതിനെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. അങ്ങനെയല്ല. ഇൻഡസ്ട്രിയൽ ഫൈനാൻസ് നടപ്പാക്കാൻ വേണ്ടി 1971 to 51 ഇതെറ്റിപ്പോയി 51 അതായത് ഇന്ത്യ സ്വതന്ത്രമായ സമയത്ത് തന്നെ രൂപീകരിച്ച ഒരു സ്ഥാപനമാണ്. ആദ്യം ട്രാവൻകൂർ കൊച്ചിൻ ഫൈനാൻഷ്യൽ കോർപ്പറേഷനായിരുന്നു. കേരളപ്പിറവിക്ക് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനായി. ഇന്ന് അത് വളരെ അരാജകത്വമായ ഒരവസ്ഥയും അതിൻ്റെ ആ നിയമസംഹിത പോലും SFC ആക്ടിന് വിരുദ്ധമായ രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം പോലും ഇന്ന് നടക്കുന്നത്. അഴിമതിയുടെ അങ്ങ് കൂത്തരങ്ങായി മാറിയിരിക്കുകയാണ് ആ സ്ഥാപനം. ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിലിരിക്കെ ഈ അവസ്ഥയിൽ തന്നെ 24 അപ്പോയിൻമെൻറ്റുകളാണ് അവിടെ മാനേജർ കേഡറിൽ നടത്താൻ പോകുന്നത്. അതിന് അഡ്വർട്ടൈസ് ചെയ്ത് കഴിഞ്ഞു. 19-ാം തീയതി പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമ്പോൾ 18-ാം തീയതി ഡേറ്റ് വെച്ച് അത് അഡ്വർട്ടൈസ് ചെയ്ത് കഴിഞ്ഞു. KFCയുടെ ചെയർമാനായിട്ട് ഇപ്പോൾ ഇരിക്കുന്നത് സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറിയാണ്. ഇന്ന് വരെ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഫിനാൻസ് സെക്രട്ടറിയാണ് സാധാരണഗതിയിൽ ചെയർമാൻ്റെ സ്ഥാനം വഹിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്വമുള്ള ഈ ചീഫ് സെക്രട്ടറി എങ്ങനെ ഈ സ്ഥാനത്ത് വന്നു എന്ന് നമുക്കറിയാൻ വയ്യ. അത് അവിടുത്തെ ഒരു ജൂനിയർ ഉദ്യോഗസ്ഥയെ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ തന്നെയുള്ള ഒരു ജൂനിയർ ഉദ്യോഗസ്ഥയെ കൊണ്ടാണ് മാനേജിംഗ് ഡയറക്ടർ സ്ഥാനത്ത് ഇരുത്തിയിട്ടുള്ളത്. ഇതിനെതിരെ ഞാൻ പെരുമാറ്റച്ചട്ട ലംഘനം എന്നുള്ള നിലയിൽ ഞാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പരാതി കൊടുത്തു കഴിഞ്ഞു. ഇത് സ്റ്റോപ്പ് ചെയ്യണം. 24 അതും 1,60,000 രൂപ ശമ്പളം വരുന്ന പോസ്റ്റുകളാണിവ. അതുകൂടാതെ പിന്നെ ഈ പ്രതിപക്ഷ നേതാവും മറ്റുമൊക്കെ ഉന്നയിച്ച വേറൊരു വലിയ വിഷയമുണ്ട്. അതായത് KFC ലോൺ എടുക്കുമ്പോൾ KFCയുടെ ഫണ്ടിൻ്റെ ഫൈനാൻസിങ് നടത്തുന്നത് തന്നെ പൊതുജനങ്ങളിൽ നിന്ന് കടമെടുത്താണ്. അങ്ങനെ കടമെടുക്കുമ്പോൾ റിസർവ് ബാങ്കിൻ്റെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരു നിശ്ചിത ശതമാനം തുക ഷെഡ്യൂൾഡ് ബാങ്കിൽ നിക്ഷേപിക്കണമെന്നുണ്ട്. അങ്ങനെ പല ബാങ്കുകളിൽ നിക്ഷേപിച്ചപ്പോൾ ഫെഡറൽ ബാങ്കിൽ 61 കോടി രൂപ നിക്ഷേപിച്ചു. ആ 61 കോടി രൂപ ഫെഡറൽ ബാങ്കിൽ നിക്ഷേപം ഉള്ളപ്പോഴേ അത് 60 ലക്ഷം രൂപ ഫ്രീ ക്ലോഷർ പ്രീമിയം കൊടുത്ത് ആ തുക പിൻവലിച്ചിട്ട് റിലയൻസിൻ്റെ ഫണ്ടിൽ കൊണ്ടുവന്ന് അത് നിക്ഷേപിച്ചു. അപ്പോൾ അത് പ്രിമച്വർ ക്ലോഷർ എടുക്കുന്നത് തന്നെ 60 ലക്ഷം അത് കൊടുത്തു കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാൽ 20 ലക്ഷം രൂപ ഫ്ലോർ ക്ലോഷർ പ്രീമിയമായി നഷ്ടപ്പെട്ടു. അപ്പോൾ 61 എന്നുള്ളത് നമുക്ക് തിരിച്ച് കിട്ടിയത് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കിട്ടിയത് 60 കോടി 80 ലക്ഷം രൂപയാണ്. ഇത് അവിടെ കൊണ്ടുവന്നിട്ട് ഇപ്പം നമുക്ക് കിട്ടുന്നത് 3.8 കോടി രൂപയാണ് അതിൻ്റെ വാല്യൂ ഇപ്പോൾ ഉള്ളൂ. മൊത്തത്തിൽ 101.60 crore രൂപ നമുക്ക് ടോട്ടലായി പലിശ ഇതുകൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഈ റിലയൻസ് 18-ാം തീയതി 19-ാം തീയതിയാണ് റിലയൻസ് ഇതിൻ്റെ മാർക്കറ്റിലോട്ട് ഇത് ബോട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് അഡ്വർട്ടൈസ് ചെയ്യുന്നത്. പക്ഷേ അതിനു മുമ്പ് തന്നെ 18-ാം തീയതി തന്നെ ഈ KFCയിലെ ഡിസിഷൻ എടുത്തു. ബോർഡ് ഡിസിഷനല്ല, അക്കോർഡ് കമ്മിറ്റി എന്ന് പറഞ്ഞ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട് അവിടെ. അവർ തീരുമാനം എടുത്തത്. അപ്പോൾ റിലയൻസ് അഡ്വർട്ടൈസ് ചെയ്യുന്നതിന് മുമ്പ് തലേ ദിവസം ഈ കമ്മിറ്റി തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഇതിലെ അഴിമതിയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം. അവിടെ PSC അവിടെ ക്ലാർക്ക് മുതൽ തുടങ്ങി ടൈപ്പിസ്റ്റ് മുതൽ ഇങ്ങനെ ഒരു മാനേജർ കേഡർ തുടങ്ങുന്ന അസിസ്റ്റൻറ്റ് മാനേജർക്ക് മുകളിലാണ്. ഒരു സമയത്ത് ബോർഡ് ഒരു ഡിസിഷൻ എടുത്തു. മിഡിൽ കേഡറിൽ അസിസ്റ്റൻറ്റ് മാനേജർ കേഡറിൽ അഴിമതിയൊന്നും ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് PSC വഴി നോട്ടിഫൈ തീരുമാനം എടുക്കാവുന്നു. കുറച്ചുപേരെ ആ കാലത്ത് എടുത്തതിന് ശേഷം പിന്നെ PSCയിലോട്ട് അങ്ങനെ വലുതായിട്ട് വേക്കൻസി റിപ്പോർട്ട് ചെയ്യുകയോ മറ്റു കാര്യങ്ങളോ ചെയ്യാതെ ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റിലേക്കാണ് പോയിട്ടുള്ളത്. ഇതിലെല്ലാം ഉപരി
2008 അതാണ് അഴിമതിയുടെ ഏറ്റവും വലിയ പ്രസക്തമായ ഭാഗം. ഒരു ജനറൽ മാനേജറെ അവിടെ അപ്പോയിൻ്റ് ചെയ്തു. ആ ജനറൽ മാനേജർ എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിലൊരു മിഡിൽ കേഡറിലെങ്ങാണ്ടുള്ള ഒരു ഉദ്യോഗസ്ഥരായിരുന്നു. അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ജോലി ചെയ്ത ഒരു എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ള ആളുടെയാണ്. പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റാണത്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതിന് എനിക്ക് വിഷമമില്ല. എം കെ പ്രേമജോ എന്ന് പറഞ്ഞുകൊണ്ട് കോഴിക്കോട് മേയറായിട്ടിരുന്ന ആളിൻ്റെ മകനെയാണ്. ഇത് അസിസ്റ്റൻറ്റ് മാനേജർ ആയിട്ട് ഫെഡറൽ ബാങ്കിൽ ഇരുന്ന ആളിനെ ഇവിടെ ജനറൽ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്തു എന്നുള്ളത് തന്നെയുമല്ല, SSC ആക്റ്റിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. SSC ആക്റ്റിൽ ഡയറക്ടർ ആവണമെങ്കിൽ അതിന് ചില മാനദണ്ഡമുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ തന്നതിൽ 11ാമത്തെ പേജിലുണ്ട് എങ്ങനെയാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ ഫോം ചെയ്യുന്നതെന്ന്. ഓരോ സെക്ടറിൽ നിന്നാണ്. ഗവൺമെൻറ്റിൽ നിന്ന് 2 പേര്, ഗവൺമെൻറ്റിലെ പോലെ തന്നെ അധികാരമാണ് SIDBIക്ക്, സ്മാർട്ട് സ്കെയിൽ ഇൻഡസ്ട്രീസ് കോർപ്പറേഷന്. അപ്പോൾ ഇത് രണ്ടും കൂടാണ് KFCയിലെ അഡ്മിനിസ്ട്രേഷൻ നടക്കുന്നത്, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സ്മാൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും. അപ്പോൾ ഇങ്ങനെ പിന്നെ 2 ഡയറക്ടേഴ്സിനെ ഷെയർ ഹോൾഡേഴ്സിൽ നിന്ന് എടുത്തു. ഇങ്ങനെ ഓരോ മാനദണ്ഡം എങ്ങനെയാണ് ഈ 10ാമത്തെ ഐറ്റത്തിൽ പറയുന്നുണ്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെയും എങ്ങനെയാണ് എടുക്കുന്നതെന്ന്. പക്ഷെ ഒരിക്കലും ഈ 10ാമത്തെ ഐറ്റത്തിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ നിയമപരമായി തിരഞ്ഞെടുക്കുന്നതിന് വിരുദ്ധമായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരു പോസ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ എക്സിക്യൂട്ടീവ് ഡയറക്ടറെയാണ് പിന്നെ ബോർഡ് ഭരിക്കാൻ ഏൽപ്പിക്കുന്നത്. ബോർഡിലെ തീരുമാനവും എല്ലാം അങ്ങനെ ആ ഒരു രീതിയിലാണ് പോകുന്നത്. എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നൊരു പോസ്റ്റ്, ഒരു ഡയറക്ടർ പോസ്റ്റ് ഈ 10ാമത്തെ SFC ആക്റ്റിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചു. അപ്പോൾ ഇത് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ജനറൽ മാനേജറാവുന്നു, പിന്നെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാവുന്നു, ബോർഡിൽ കയറുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബോർഡിൻ്റെ SFC ആക്ടിന് വിരുദ്ധമായിട്ടാണ് KFCയുടെ പ്രവർത്തനം നടത്തുന്നത്. ഒരു ആക്ടിന് വിരുദ്ധമായി പ്രവർത്തനം നടന്നാൽ ആ സ്ഥാപനത്തിൻ്റെ ഡിസിഷൻസിൽ എങ്ങനെ നിയമപ്രാബല്യം വരും? ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നുണ്ട്, ഒരു മാനേജിങ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം മാനേജിങ് ഡയറക്ടർ ആവണമെന്ന്. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും ഒരു IAS ഉദ്യോഗസ്ഥനെ ഇവിടെ മാനേജിങ് ഡയറക്ടറായിട്ട് കുറച്ച് നാൾ നിയമിക്കും. അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ പിൻവലിച്ചിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ചാർജ് കൊടുക്കും. ഇങ്ങനെ മൊത്തത്തിൽ അവിടുത്തെ പ്രവർത്തനം SFC ആക്ടിന് വിരുദ്ധമായിട്ടാണ്. അപ്പോൾ ആദ്യം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ മ്യൂച്വൽ ഫണ്ടിലെ അവിഹിതമായ നിക്ഷേപം, തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടുള്ള ഇപ്പോഴത്തെ 24 പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്പോയിൻമെൻറ്റ് നടത്താനുള്ള ശ്രമം, പിന്നെ ബോർഡിലെ തീരുമാനങ്ങൾ മുഴുവനും ഈ എടുത്തിട്ടുള്ള പാർട്ട് ടൈം മാനേജിംഗ് ഡയറക്ടറെ വെച്ചിട്ടുള്ള ബോർഡിലെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ മുഴുവൻ നിയമവിരുദ്ധമാണ്. അത് കോടതിയിൽ ആരെങ്കിലും പോയി ചോദ്യം ചെയ്താൽ അത് നിയമവിരുദ്ധമായിട്ട് തന്നെ നിലനിൽക്കും. അങ്ങനെ അത് പിന്നെ ആരും ചോദ്യം ചെയ്യപ്പെടാത്തതുകൊണ്ട് ഇതിങ്ങനെ പോവുകയാണ്. അപ്പോൾ അത് കർശനമായി ഈ ഇത്രയും നാളത്തെ 1951 തുടങ്ങിയ ഈ സ്ഥാപനം ഇപ്പോൾ കൊടുക്കുന്നത് മുഴുവൻ ആ SFC ആക്ടിന് വിരുദ്ധമായിട്ടുള്ള നിലയിലാണ് അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ പോലും പോകുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. നിങ്ങളിത് ഫോർത്ത് എസ്റ്റേറ്റ് എന്നുള്ള നിലയിൽ നിങ്ങളിത് വളരെയധികം വാർത്താ പ്രാധാന്യം കൊടുത്ത് ഇത് പൊതുജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം. ഇതിന് ഈ അവിടെ നടക്കുന്ന അഴിമതി അവസാനിപ്പിക്കാനുള്ള ശ്രമം, നമുക്ക് കോടതിയിലും മറ്റും പോയി കേസ് കൊടുത്താൽ എത്ര വർഷങ്ങളെടുക്കും. ഈ പൊതുജനധാരയിൽ നിങ്ങളുടെ സഹകരണവും പ്രവർത്തനവും കൊണ്ട് ഇതുപോലെയുള്ള ഒരു നല്ല സ്ഥാപനത്തെ സംരക്ഷിക്കാനുള്ള എല്ലാ നടപടികളും ജനങ്ങളുടെ മുമ്പിൽ ഒരു ശ്രദ്ധ ഉണ്ടാവാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ള സഹകരണം വളരെയധികം അത്യാവശ്യമാണ്. ഒരു വിജിലൻസ് കേസ് ഇതിനെതിരെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു വലിയ ഡ്രോബാക്കാണത്. ഒരു ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് കേസ് കൊടുത്താൽ ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വേണം. ഗവൺമെൻറ് അപ്രൂവൽ കൊടുത്തില്ലെങ്കിൽ അത് മുന്നോട്ട് പോകത്തില്ല. എന്ത് ചെയ്യാനൊക്കും? ഗവൺമെൻറ് ചില ഉദ്യോഗസ്ഥരുടെ കൊടുക്കും, ചിലരുടെ കൊടുക്കത്തില്ല. അങ്ങനെ ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ നിക്ഷേപത്തിനെതിരെ ഒരു വിജിലൻസ് കേസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ കൊടുക്കാതെ ഇരിക്കുക. അത് കോടതി പോലും, നമ്മൾ വിജിലൻസ് കോടതി പ്രത്യേക കേസ് കൊടുത്തിട്ടുണ്ട്. അവരും പറയുന്നത് ഗവൺമെൻറ് അപ്രൂവൽ ഇല്ലാതെ ഇത് ചെയ്യാൻ കഴിയുമെന്നാണ്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇതിപ്പോൾ
സുപ്രീം കോടതിയുടെ ഡിസിഷൻസിന് വേണ്ടി നിലനിൽക്കുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ ഗവൺമെൻറ് അപ്രൂവൽ വേണോ വേണ്ടായോ എന്നുള്ള വിധത്തിലും. ഇതിനെക്കുറിച്ചും നമ്മളൊരു ഒച്ചപ്പാടുണ്ടാക്കി അഴിമതി ചെയ്യുന്നവരെ ദീപത്തിൻ്റെയും കോടതിയുടെയും മുമ്പിൽ കൊണ്ടുവരുന്നതിന് ഒരു ഗവൺമെൻറ് അപ്രൂവൽ വേണ്ട എന്നുള്ള ഒരു പക്ഷക്കാരാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും. നിങ്ങളുടെ ഭാഗത്തുനിന്നും അതിനൊരു ഒരു ശബ്ദമുണ്ടാക്കി അതിനൊരു സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമവും മീഡിയയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. റിട്ടയർ ചെയ്ത ആളുകൾ എന്തായെന്ന് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ സ്ഥാപനത്തിൽ കേരളത്തിൽ ഒരിടത്തും, കേരളത്തിൽ നിന്നല്ല ഒരു സ്ഥലത്തും ഇല്ലാത്തതാണ് ഒരു പെൻഷൻ എന്ന് പറയുന്നത്. ഇല്ലാത്ത ഒരു സ്ഥാപനമാണ് കേരള ഫൈനാൻഷ്യൽ കോർപ്പറേഷൻ. ഞങ്ങളെയൊക്കെ കണ്ടോ, 76 വയസ്സായ വൃദ്ധരാണ്. എങ്ങനെ ഇത്രയും നാൾ ജീവിച്ചു എന്നുള്ളത് പോലും അതിശയമാണ്. PF പെൻഷൻ പോലും ഞങ്ങൾക്ക് തരുന്നില്ല. ഞാൻ റിട്ടയർ ചെയ്ത സമയത്ത് എനിക്ക് കിട്ടിയത് 6,00,000 ഡിസംബറിൽ ഞാൻ റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 6,80,000 രൂപയാണ്. PFൻ്റെ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ. ഇതുകൊണ്ട് ഈ 76 വയസ്സ് വരെ ഞാൻ എങ്ങനെ ജീവിച്ചു എന്ന് ചോദിച്ചാൽ അത്ഭുതം മാത്രമാണത്. ഇത് മാതൃഭൂമിയിലും മറ്റുമൊക്കെ ഉള്ളതുപോലെ ഒരു EPF, സ്വതന്ത്ര EPF അവിടെ ഉണ്ട്. അതിനെ കൺവെർട്ട് ചെയ്ത് EPF പെൻഷനാക്കണം. അതിന് അങ്ങനെ ഒരു ഡിസിഷൻ ബോർഡ് എടുത്തു. ബോർഡ് എടുത്ത ഡിസിഷന് ഗവൺമെൻറ് അപ്രൂവൽ കിട്ടി, അത് നിയമമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാത്തതുകൊണ്ട് കേരള ലോകായുക്തയെ കൊടുത്തു. ലോകായുക്ത അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് ലോകായുക്തയുടെ ഉത്തരവ് നിലനിൽക്കെ തന്നെ ഇതുപോലുള്ള വൻ വെട്ടിപ്പ് നടത്തുന്ന KFC മാനേജ്മെൻറ്റ് അതിനെതിരെ ഹൈക്കോടതി പോയി. ഹൈക്കോടതിയിൽ നിന്ന് സ്പെഷ്യൽ ലീവ് പെറ്റീഷൻ ഇപ്പം സുപ്രീം കോടതി പെൻഡിങ്ങാണ് കഴിഞ്ഞ 2 വർഷമായിട്ട്. അങ്ങനെയുള്ള ഉപദ്രവം പോലും ഈ 101 കോടി രൂപ നഷ്ടപ്പെടുത്തിയ ആളുകളാണ് 3.8 crore റുപ്പി മാത്രം ഈ പെൻഷൻ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ അവിടെയുള്ള ജീവനക്കാർക്ക് 300-350 ജീവനക്കാർ കൂടുതലില്ല കേരളം മുഴുവനും അവർക്ക് കൊടുക്കാം. ആ വിധത്തിലുള്ള ദ്രോഹം കൂടെ ചെയ്തുകൊണ്ടിരിക്കും.